എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ലൂക്കോസ് 18-29-30 വാക്യങ്ങൾ. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവനാരും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന് വേണ്ടി വേണ്ടെന്ന് വയ്ക്കുന്ന അർഹതയുള്ള ആഹ്ലാദങ്ങളാണ് മറ്റു ചില നിക്ഷേപങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കയില്ല എന്ന് പറയുന്നു. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഈ ഒരു വേദഭാഗം ഒരു പക്ഷെങ്കിൽ തെറ്റിദ്ധാരണ നമുക്ക് ഉളവാക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് വയ്ക്കുകയല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ആ ഒരു കെട്ടുപാടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരിക എന്നതാണ് ഒരു നെഗറ്റീവായി കർത്താവ് കരുതുന്നത്. ചില ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷെങ്കിൽ നമുക്കതുപോലെ നിവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. മറ്റുള്ളവരെ പോലെ ഭൗമികമായ ലാഭങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ആ സഹനതയെങ്കിൽ അത് മടക്കി നൽകാൻ, ആ ഒരു ഭാഗം പൂരിപ്പിച്ച് നൽകാൻ കർത്താവിന് സാധിക്കും. തീർച്ചയായും അത് ലഭിക്കും. അപ്പോൾ ഇഹലോകത്തിലും പരലോകത്തിലും അങ്ങനെയുള്ളവർക്ക് പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് പറയാൻ ശ്രമിക്കുകയാണ്. ഗാർഹിക ജീവിതത്തിൻ്റെ ആഹ്ലാദങ്ങൾ ചിലർ വേണ്ടെന്ന് വയ്ക്കുന്നത് അർഹത ഇല്ലാഞ്ഞിട്ടല്ല, സ്വയം അങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ്. യേശുവിൻ്റെ ഭാഷയിൽ ദൈവരാജ്യത്തെ പ്രതി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം ഷണ്ഡരാക്കി തീർത്ത ആളുകൾ, ചിലത് വേണ്ട എന്ന് വെച്ച ആളുകളാണ്. വേറെ ചില പരിമിതികളിൽ ഒതുങ്ങുന്നത് അല്പം കൂടി ഭേദപ്പെട്ട ജീവിതത്തിനുള്ള പാങ്ങില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇത്ര പോലും ഇല്ലാത്ത വേറെ ആരെയൊക്കെയോ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മനുഷ്യനെ ഞാൻ എങ്ങനെ മറക്കാനാണ്? തൻ്റേതല്ലാത്ത ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ യാചിച്ച് പണം കണ്ടെത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. അതിനുവേണ്ടി അയാൾ അനുഭവിക്കുന്ന വിശപ്പും നിന്ദയും അലച്ചിലും വളരെ വലുതായിരുന്നു. ആരുമില്ലാത്ത ചിലർക്ക് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഈ സഹിഷ്ണുതയും സഹനതയും ഏറ്റെടുത്തവരാണ്. മറ്റൊരു ഭാഗം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന കാരണങ്ങളൊന്നുമില്ലാത്ത ചില സഹനങ്ങളാണ്. കർത്താവ് പറഞ്ഞു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭ ഭാഗത്ത് കർത്താവ് പറഞ്ഞതാണ്, മത്തായി 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഇത് കേൾക്കുന്നത് പോലെ ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല, മഹാവിശുദ്ധർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ക്രിസ്തുവിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും അവഹേളനങ്ങൾ
ഏറ്റുവാങ്ങേണ്ടി വരുന്നവരെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ചെറിയ ഒരായുസ് ചിലപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അവഹേളനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ഈ ഭൂമിയിൽ ദൈവം നമ്മെ വലിയ ഭാഗ്യമുള്ളവരെന്ന് പറയുകയും പ്രതിഫലം വലുതായിരിക്കും എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. ഈ ഭൂമിയിലും വരാനുള്ള ജീവിതത്തിലും ദൈവം നമ്മെ മാനിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മനുഷ്യരാൽ അറിയപ്പെടുന്നതിനേക്കാൾ ദൈവത്താൽ അറിയപ്പെടുന്നവരായി ജീവിക്കാൻ സാധിക്കുന്നത് ആയുസ്സിൻ്റെ ഭാഗ്യമാണ്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം. രാത്രിയിൽ അവിടുന്ന് അടിയങ്ങളെ കാത്തു സൂക്ഷിച്ചു. പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും, ഞങ്ങളുടെ യാത്രകളിലും, ഞങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണ ഇടങ്ങളിലുമെല്ലാം അങ്ങയുടെ സാന്നിധ്യവും കൃപയും പകർന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ പന്ഥാവുകളിലൂടെ നടത്തിക്കൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.